നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 709 709. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 709. 202 സർഗം ലീലാകാണ്ഡത്തിലെ രാമകൃഷ്ണന്മാർ സുതലത്തിൽ മഹാബലിയുടെ സ്തുതികൾ. അതിൽ 22ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. അടുത്തൊരിടം അമ്മയ്ക്കൊന്നവരെ കാണുവാൻ കൊതിയാകയാൽ കൊണ്ടുപോകണം, അതിനായി ഞങ്ങൾ വന്നതാം. എൻ്റെ അമ്മയുടെ കംസനാൽ നിഗ്രഹിക്കപ്പെട്ട 6 മക്കൾ ഇവിടെ സുതലത്തിലുണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് ബ്രഹ്മാവിനെ അപഹസിച്ചതുകൊണ്ട് ഒരു ശാപമുണ്ടായി. ഭൂമിയിൽ പെറുക്കണം, ജന്മെടുക്കണം, ആയുസില്ല അവർക്ക്. അപ്പോൾ എനിക്ക് അവരെ എൻ്റെ ജ്യേഷ്ഠന്മാരാണ് അവർ. അപ്പോൾ അമ്മയ്ക്ക് അമ്മിഞ്ഞപ്പാൽ ഊട്ടാൻ സാധിച്ചിട്ടില്ല. അത് വലിയൊരു ദുഃഖമായിട്ടായിരിക്കണത്. അതുകൊണ്ട് ആ കുട്ടികളെ തന്നയക്കണം, അതിനു വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. ശാപനിർമുക്തി പൂണ്ടമ്പാർന്നവർ വെൺപോകി മേവിടും. ശാപമുക്തി. ജനിക്കണമെന്ന് പറഞ്ഞു, ജനിച്ചു. അതും വസുദേവരുടെ മകനായിട്ട്, ദേവകി പുത്രനായിട്ട്, എൻ്റെ ജ്യേഷ്ഠന്മാരായിട്ട്. അതോടുകൂടി ശാപമോക്ഷം അവരിവിടെ എത്തും ചെയ്തു. അപ്പോൾ ശാപനിർമുക്തി പൂണ്ട് അമ്പാർന്നവർ വെൺപോകി മേവിടും. സ്മരൻ ഉത്ഗീതനും പിന്നെ പരിഷങ്കൻ പതങ്കനും ക്ഷുത്രഭൃത്തും ഘ്രണിയും ആണവർ എത്തി. 6 പേരുടെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രധാനമുള്ളതാണ്. ആരൊക്കെയാണ് അവർ? സ്മരൻ പേരാണ്, ഉത്ഗീതൻ, പരിഷങ്കൻ, പതങ്കൻ, ക്ഷുദ്രഭൃത്ത്, ഘ്രണിയും അവരെത്തി മുകുന്ദനെ പൂജിച്ചാൻ. ജ്യേഷ്ഠനോടൊപ്പം ഏവരും മഹാബലി ദ്വാരകാനഗരം പോകിയുടൻ യോഗീശ്വരേശ്വരൻ. അവർ വന്നു. ഭഗവാൻ അവരെ നമസ്കരിച്ചു, അല്ലെങ്കിൽ ഭഗവാനെ അവർ നമസ്കരിച്ചു. എങ്ങനെയും പ്രശ്നമില്ല. കാരണം ഒരു സ്ഥലത്ത് അവർ ജ്യേഷ്ഠന്മാരാണ്, ഒരു സ്ഥലത്ത് ഇദ്ദേഹം ഭഗവാനാണ്, അല്ലേ? അപ്പോൾ പൂജിച്ചാൻ ജ്യേഷ്ഠനൊപ്പം. അതെ, അവരെത്തി മുകുന്ദനെ പൂജിച്ചാർ. കാര്യങ്ങളറിയാം, ഇത് സാക്ഷാൽ ശ്രീഹരിയാണെന്ന് അവർക്കറിയാം. പൂജിച്ചാൻ ജ്യേഷ്ഠനോടൊപ്പം ഏവരെയും മഹാബലി ദ്വാരകാനഗരം പോകി ഉടൻ യോഗീശ്വരേശ്വരൻ. 6 ആളെയും അലിഞ്ഞ് അമ്മയ്ക്കേയിനാൻ അംബുജേക്ഷണൻ. പറഞ്ഞ വാക്ക് തെറ്റിക്കാണ്ട് 6 ആളേനും കൊണ്ട് നിർത്തി നമ്മുടെ മുമ്പിൽ. ചുരന്നു പുത്രവാത്സല്യം ദേവകിക്കുടൻ എത്രയും. മക്കളെ കണ്ടതും അവരുടെ മാറിടം തിങ്ങി സ്തനങ്ങൾ ചുരന്നു. ദ്വാരകാനഗരം പോകിയുടൻ യോഗീശ്വരേശ്വരൻ. 6 ആളെയും അലിഞ്ഞ് അമ്മയ്ക്കേകിനാൻ അംബുജേക്ഷണൻ. ചുരന്നു പുത്രവാത്സല്യം ദേവകിക്കുടൻ എത്രയും. ചെറുതായൊരു സങ്കല്പം കൊണ്ടാർ വിശ്വം ചമയ്ക്കുമോ. ചെറുതായൊരു സങ്കല്പം കൊണ്ട് ആരാ വിശ്വം ചമയ്ക്കുക? ശ്രീകൃഷ്ണന് മാത്രമേ പറ്റുള്ളൂ, ശ്രീഹരിക്ക് മാത്രമേ പറ്റുള്ളൂ, മഹാവിഷ്ണുവിനെ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് പറ്റില്ല. അപ്പോൾ ചെറുതായൊരു സങ്കല്പം കൊണ്ട് ആർ വിശ്വം ചമയ്ക്കുമോ. അവിടേക്ക് ഇതിലെന്താണൊരാശ്ചര്യം ഗുരുനന്ദന. പരീക്ഷത്ത് മഹാരാജാവിനോട് ശുഖബ്രഹ്മർഷി ചോദിക്കുകയാണ്, കൃഷ്ണൻ്റെ സങ്കല്പം കൊണ്ട് ഭൂലോകങ്ങളെ ചമയ്ക്കാൻ കഴിവുണ്ട്,
തനിക്കിപ്പോൾ ആശ്ചര്യം തോന്നുന്നുണ്ടോ ചോദിച്ചു. അപ്പോൾ ചെറുതായൊരു സങ്കല്പം കൊണ്ട് വിശ്വം ചമയ്ക്കുമോ അവിടേക്ക് ഇതിൽ എന്താണൊരാശ്ചര്യം ഗുരുനന്ദന. നാഥൻ നുകർന്നു സംശുദ്ധി പൂണ്ടതാം സ്തന്യം മാവിധം. ദേവകി ദേവിയുടെ സ്തനങ്ങൾ ഭഗവാൻ കുടിച്ചിട്ടുണ്ട്, അതിൻ്റെ ബാക്കി അവർ കുടിച്ചു. സംഗതി ഏട്ടന്മാരാണെങ്കിലും ഭഗവാൻ കുടിച്ചതിൻ്റെ ശേഷമുള്ളത് അവർക്ക് കുടിക്കാൻ പറ്റിയുള്ളൂ, അവർക്ക് മോക്ഷമായി. ഇങ്ങനെ ഒരു സുലളിതമായ ട്രാൻസ്പറൻസിയോട് കൂടിയിട്ടുള്ളൊരു ആവിഷ്കാരം സനാതനധർമ്മത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നാഥൻ നുകർന്നു സംശുദ്ധി പുണ്ടതാം സ്തന്യം മാവിധം ആസ്വദിച്ചവരാറാളും ഭഗവത് ചരണങ്ങളിൽ കുടിച്ചു. അവർ ഭഗവാനെ നമസ്കരിച്ചു. നമസ്കരിച്ച് അമ്മയച്ഛന്മാരെയും പ്രണമിച്ചുടൻ വസുദേവർ ദേവിക ദേവേരനെ നമസ്കരിച്ചു. അവിടെ കൂടിയുള്ള മഹജ്ജനങ്ങളെയൊക്കെ നമസ്കരിച്ചു. അവർക്കൊക്കെ വലിയ ആശ്ചര്യമാണ്, ഇങ്ങനെ ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമസ്കരിച്ച് അമ്മയച്ഛന്മാരെയും പ്രണമിച്ചുടൻ ഉള്ളം തെളിഞ്ഞു വിൺപൂകി വിളങ്ങി ഗുണശാലികൾ. അവർ അങ്ങനെ ദേവലോകത്തേക്ക് പോയി. ശ്രീകൃഷ്ണചരിതം പുണ്യം അനന്തം പരമാത്ഭുതം. നിങ്ങൾക്കില്ലെങ്കിൽ എനിക്കുണ്ട്. ഞാനിത് ഇന്ന് ഏർലി മോർണിംഗ് 7 o'clock പറയണത്. എന്തിനു വേണ്ടിയിട്ട്? വൈകുന്നേരം എയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വൈകുന്നേരം ഇന്ന് 3:30 to 5 o'clock ക്ലാസ് ഉണ്ട് എനിക്ക്. അപ്പോൾ എന്തൊക്കെ സാഹചര്യം അറിയില്ല. അപ്പോൾ ഇത് മുടങ്ങും വേണ്ട. അപ്പോൾ അത് നേരത്തെ പറഞ്ഞാൽ എനിക്കൊരു സമാധാനം, അത്രയേ ഉള്ളൂ. പിന്നെ 7 മണിക്ക് ശേഷം നാളേക്കുള്ള ശ്രീമദ് ഭാഗവതം മൂലം പറയുകയും ചെയ്യാം. ഇങ്ങനെ ഒട്ടനവധി റീഷെഡ്യൂളിങ്. പക്ഷെ അതിൽ ഐ ആം എൻജോയിങ്. അതാണ് പറഞ്ഞേ. അതുകൊണ്ടാണ് പറഞ്ഞത് ശ്രീകൃഷ്ണചരിതം പുണ്യം അനന്തം പരമാത്ഭുതം എത്ര താനുര ചെയ്താലും തീരില്ല ഗുരുനന്ദന. എത്ര താനുര ചെയ്താലും തീരില്ല ഗുരുനന്ദന. പരീക്ഷത്ത് മഹാരാജാവേ എന്ന് പറഞ്ഞു. വിഷ്ണു ഇനി അതിലെ ഇനി 2 ശ്ലോകം കൂടെ ഉള്ളൂ. വിഷ്ണുരാധനോട് ഈ വണ്ണം അരുളി ചെയ്തു മാമുനി ഗംഗാതീരത്തിൽ വെച്ച് അപാര കരുണാംബുധി. എന്തൊക്കെയാ അജക്റ്റീവ്സ് വരുന്നത്? വിഷ്ണുരാധനോട് ഈ വണ്ണം അരുളി ചെയ്തു മാമുനി. ശുഗബ്രഹ്മർഷി പറഞ്ഞു, ഗംഗാതീരത്തിൽ വെച്ച് അപാര കരുണാംബുധി വേദവ്യാസാത്മജൻ മുനിവരൻ പാടിയോരി ചരിത്രം. ഈ ചരിത്രം ആര് പാടിയതാ? വിഷ്ണുരാധനോടെ വണ്ണം അരുളി ചെയ്തു മാമുനി ഗംഗാതീരത്തിൽ വെച്ചമ്പാർന്ന അപാര കരുണാംബുധി വേദവ്യാസാത്മജൻ മുനിവരൻ പാടിയോരി ചരിത്രം. ഭക്തന്മാർക്കോ മധുരം. പാരിൽ ഏവർക്കും ഇഷ്ടം, താല്പര്യമുള്ളവർക്ക് ഏവർക്കും ഇഷ്ടം. ആ സേവിക്കും നരനു ഹൃദയം നാൾക്കുനാൾ മിന്നി കാണാമാ മട്ടിതിൽ ഒഴുകിടും കൃഷ്ണഭക്തി പ്രവാഹം. ഇതിങ്ങനെ അനവരതം കേട്ടാൽ എന്താ ഉണ്ടാവുക? ഇതിനെ സേവിക്കുന്ന നരനു ഹൃദയം നാൾക്കുനാൾ മനസ്സ് ശക്തി പ്രാപിക്കും. നാൾക്കുനാൾ മിന്നി കാണാം ആ മട്ട് അതിലൊഴുകിടും കൃഷ്ണഭക്തി പ്രവാഹം. കൃഷ്ണഭക്തി പ്രവഹിക്കും, ഒരു ഗ്യാരണ്ടിയാണ്. മനസ്സിലായില്ലേ? ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ദ്യധികദ്വിശതമസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇത് കഴിഞ്ഞ് ഉടനെ വരുന്നു 203-ാം സർഗം, സുഭദ്രാഹരണം. അതായത് ശ്രീകൃഷ്ണൻ്റെ പെങ്ങളാണ് സുഭദ്ര. അപ്പം മനസ്സിൻ്റെ ഉള്ളിൽ അർജുനന് കൊടുക്കണം എന്നൊരു താല്പര്യം. ആർക്ക്? ശ്രീകൃഷ്ണന്. പക്ഷേ ഏട്ടന് ഇത് ദുര്യോധനന് കൊടുക്കുക. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, പല രീതിയിലും താല്പര്യമുള്ള ഉണ്ടാവും ഇല്ലേ? അപ്പോൾ ഏട്ടനെ പറ്റിക്കാൻ വേണ്ടി ഭഗവാൻ പാർത്ഥൻ
മധ്യമ പാണ്ഡവനായ അർജുനോട് പറഞ്ഞു, നീ ഒരു സന്യാസി വേഷമായിട്ട് അവിടെ വന്ന് എല്ലാവരെയും കയ്യിലെടുക്കുക. അപ്പോൾ ലോലഹൃതനായിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠൻ എന്നെ എന്ത് ചെയ്യും? ദ്വാരകയിലേക്ക് വിളിക്കും. അവിടെ വെച്ച് സുഭദ്രേനെ നിനക്ക് സേവ ചെയ്യാനും വിടാം. സമയം കിട്ടും, നീ അവളും കൊണ്ട് പോയിക്കോ. യുദ്ധമൊക്കെ ഉണ്ടായിന്ന് വരും, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. 1-ാം ശ്ലോകം. കൃഷ്ണസോദരിയെ പാർത്ഥൻ വിവാഹം ചെയ്തൊരത്ഭുതം ചരിത്രവും ചെറ്റരുളി കേൾക്കുവാൻ ഉത്തരാസുതൻ ഉത്തരയുടെ മകനായിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവിന് കൃഷ്ണസോദരിയെ അർജുനൻ വിവാഹം ചെയ്തൊരത്ഭുതം ചരിത്രവും ചെറ്റരുളി കേൾക്കുവാൻ ഉത്തരാസുതൻ അപേക്ഷിക്കുകയാൽ അമ്പാർന്നോദിനാൻ ബാദരായണി. അപ്പോൾ താല്പര്യമുണ്ട് എനിക്ക് എൻ്റെ മുതുമുത്തശ്ശൻ്റെ, അല്ലേ, അങ്ങനെയാണല്ലോ പറയാം, സുഭദ്രാഹരണത്തിനെ പറ്റിയൊന്നും കേട്ടാൽ തർക്കടില്ല. ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് പറയണത്. അപേക്ഷിക്കുകയാൽ അമ്പാർന്നോദിനാൻ ബാദരായണി. കേൾക്കേണ്ടതാം ഒരാശ്ചര്യചരിതം തന്നെയാണ് സത്യം. ചരിതം തന്നെയാണതും. ഏതെല്ലാം തരമാം കൃഷ്ണൻ കനിവാർന്നു നിങ്ങളിൽ ജ്യേഷ്ഠനെ പോലും ഒട്ടേറെ വഞ്ചിച്ചാം കരുണാനിധി. ഇവിടെ വളരെ വസ്തുനിഷ്ഠമായിട്ടൊരു കാര്യമുണ്ട്. സ്വന്തം സതീർത്ഥൻ തൻ്റെ ചങ്ങാതിയെ, തൻ്റെ പെങ്ങളെ വിവാഹം ചെയ്ത് കൊടുത്ത് അനുഗ്രഹിക്കണം. അതിന് സ്വന്തം ജ്യേഷ്ഠനായിരുന്ന ബലരാമസ്വാമിയെ വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ സ്നേഹം കൊണ്ട് വഞ്ചിച്ചു എന്നർത്ഥം. അത്രയേ ഉള്ളൂ കേട്ടോ. ഏതെല്ലാം തരം കൃഷ്ണൻ കനിവാർന്നതു നിങ്ങളിൽ ജ്യേഷ്ഠനെ പോലും ഒട്ടേറെ വഞ്ചിച്ചാം കരുണാനിധി. നിൻ പിതാമഹനെ കൊണ്ടു വേൾപ്പിച്ചതു സുഭദ്രയെ. എൻ്റെ മുതുമുത്തശ്ശനെ കൊണ്ട് സുഭദ്രയെ വേളി കഴിപ്പിച്ചു. ബലരാമൻ നിശ്ചയിച്ചു ദുര്യോധനനു നൽകുവാൻ. ദുര്യോധനന് കൊടുക്കണം എന്നാണ് ഏട്ടന് താല്പര്യം. മറ്റാരോടും അഭിപ്രായം ചോദിക്കാതെ യദുത്തമൻ തീർത്ഥയാത്രയിൽ ആ കാലം പലയിടം സഞ്ചരിക്കവേ. അപ്പോൾ ബലരാമസ്വാമി എന്നാൽ കുറച്ച് തീർത്ഥയാത്ര ആവാം എന്ന് വിചാരിച്ച് ആരോടും പറയാണ്ട് പോയി. ഈ തക്കത്തിൽ അർജുനനെ വിളിച്ച് സുഭദ്രനെ കൈ പിടിച്ചു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അതാണ് ഉണ്ടായത്. വന്നണ ഞാൻ പ്രഭാസത്തിൽ മഹാനാം നൻ പിതാമഹൻ. പ്രഭാസ തീർത്ഥത്തിൽ വന്നു. പെങ്ങളെ കൗരവന്നേകാൻ ബാലരാമൻ ഉറച്ചതായി. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം, കാര്യങ്ങൾ മനസ്സിലായി. ഏട്ടന് ചായവ് ദുര്യോധനന് കൊടുക്കാൻ അത് പറ്റില്ല, നല്ലതൊക്കെ എനിക്ക് വേണം. എൻ്റെ ശത്രുവായിട്ടുള്ള ദുര്യോധനൻ നല്ല സാധനം കൊണ്ടുപോകരുത്, അതും പ്രത്യേകിച്ച് കൃഷ്ണൻ്റെ സഹോദരി, ഞാൻ കൊണ്ടുപോയിക്കോളാം. വിവരം കേട്ടുടൻ മാഴിയെങ്കിലും കൃഷ്ണസേവകൻ സന്യാസി വേഷമാർ നന്ദിക്കണഞ്ഞാൻ ദ്വാരകാപുരം. വിവരം കേട്ടുടൻ മാഴി കുറച്ച് വിഷമിച്ചു. എങ്കിലും കൃഷ്ണസേവകനാണ്. അപ്പോൾ കൃഷ്ണസേവകന്മാർക്ക് ആത്യന്തികമായ പരാജയം ഉണ്ടാവില്ല. തുടക്കത്തിൽ പരാജയം ഉണ്ടാവും, അവസാനം ജയിക്കും. എന്നെ പോലെ എന്നൊക്കെ പറയാം, ധൈര്യമായിട്ട് പറയാം. ഞാൻ എന്ത് വിചാരിച്ചാലും ഒറ്റടിക്ക് അങ്ങോട്ട് കയറില്ല. എന്നാലോ അവസാനം ശുഭമസ്തു നിത്യം സർവമംഗളം ഭവതു എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ നേരവും. അതാണ് അത് കൃഷ്ണസേവകന്മാരുടെ ഒരു സ്വന്തം അഹങ്കാരമാണ്. അപ്പോൾ വിവരം കേട്ടുടൻ മാഴിയെങ്കിലും കൃഷ്ണസേവകൻ സന്യാസി വേഷമാർ നന്ദിക്കണഞ്ഞാൻ ദ്വാരകാപുരം. ത്രിദണ്ഡം ഇല്ലേ, അതായത് കൈ ഇങ്ങനെ വയ്ക്കാൻ വേണ്ടിയിട്ട് സന്യാസിമാർക്ക് കയ്യിലൊരു അംശവടി പോലെയാണത് ഉണ്ടാവുക. ത്രിദണ്ഡവും കയ്യിലേന്തി വരും പരമഹംസനെ. വലിയ സന്യാസി ശ്രേഷ്ഠനാണ് പറഞ്ഞത്. യദുക്കൾ അത്യാദരന്മാർന്നെതിരേറ്റു സമസ്തരും വളരെ വിശ്വാസത്തോടുകൂടി ആദരവോടുകൂടി വിളിച്ചു കൊടുന്നു. ബലൻ പോലും അറിഞ്ഞില്ല തെല്ലും ഭഗവതിച്ഛയാൽ. അതാണ് സത്യം. ബലരാമനും കൂടി അറിഞ്ഞില്ല ഇത് അർജുനനാണ് എന്നുള്ളത്. അതിനെന്താ കാരണം? ഭഗവാന്റെ ഇച്ഛ ഏട്ടൻ അറിയരുത്. സുഭദ്രേനെ അർജുനൻ കൊണ്ടുപോകണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഭഗവത് ഇച്ഛയാൽ എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഭഗവാന്റെ ഇച്ഛയെ നടക്കുള്ളൂ, വേറൊരു ഇച്ഛയും നടക്കില്ല.
നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. ഭഗവാൻ ഇയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം പറഞ്ഞാലോ ഗംഭീരായി. എന്നിട്ട് പറഞ്ഞു, സമസ്ത ശാസ്ത്രങ്ങളിലും ചോദ്യം ചെയ്തു മഹാശയൻ. സന്യാസിനെ അങ്ങനെ വിട്ടില്ല അദ്ദേഹം. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഇന്ത്യൻ ഫിലോസഫി ശാസ്ത്രങ്ങളെ പറ്റിയിട്ട്. പക്ഷേ അർജുനൻ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. അർജുനനെ തോൽപ്പിക്കാൻ പറ്റില്ല. സമസ്ത ശാസ്ത്രങ്ങളിലും ചോദ്യം ചെയ്തു മഹാശയൻ. നമസ്കരിച്ചു സന്യാസി വര്യൻ്റെ ചരണങ്ങളിൽ ബലരാമസ്വാമി. അതാണ് ശ്രീകൃഷ്ണൻ്റെ ചടുലമായ നീക്കങ്ങളെ തൻ്റെ ഭക്തനെ വാനോളം ഉയർത്തും. നമസ്കരിച്ചു സന്യാസി വര്യൻ്റെ ചരണങ്ങളിൽ അപേക്ഷിച്ചാൻ ദ്വാരകയിലൊട്ടുകാലം വസിക്കുവാൻ. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഞങ്ങളുടെ അരമനയിൽ താമസിച്ചാൽ അരമനയ്ക്ക് പേര് കൂടും. നിങ്ങൾ കുറച്ച് കാലം ഇവിടെ താമസിക്കണം എന്നൊക്കെ പറഞ്ഞു പിടിപ്പിച്ചു. എന്നിട്ട് അപേക്ഷിച്ചാൻ ദ്വാരകയിലൊട്ടുകാലം വസിക്കുവാൻ കൃഷ്ണനോടോദീനാൻ എന്തൊരപാരജ്ഞാനവാരിധി. ബലരാമസ്വാമി അനിയനോട് പറയാ, കൃഷ്ണ ഞാൻ എവിടൊക്കെ പോയിട്ടുണ്ട്, ഇദ്ദേഹത്തിനെ പോലെ വിവരമുള്ള ഒരാളെ കണ്ടിട്ടില്ല. അതാ ശരിയാണ്. കാരണം എന്താ? ശ്രീകൃഷ്ണ ഇച്ഛ. അപ്പം പറഞ്ഞു, അപാരജ്ഞാനവാരിധി വാക്കോ നിരർഗളം. വാക്കുകൾ ഇടവിടാതെ കണ്ട് ശരശരാന്നിങ്ങനെ ആവനാഴിയിൽ നിന്ന് അമ്പെടുത്ത് വിടുന്ന പോലെ. ഒന്നും ആലോചിക്കേണ്ട, ബട്ട് ഈറ്റ് എന്നൊക്കെ പണ്ടൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അപാര എന്താണ് വൊക്കാബുലറി ഉള്ള ആളാണ്. വാക്കോ നിറർഗളം ഗംഗാ പ്രവാഹം തന്നെ കേശവ. അനിയ എന്താ അത്? ഇങ്ങനത്തെ ഒരാളെ ഞാൻ കണ്ടില്ലല്ലോ. വൈരാഗ്യം മധുജ്വലം. വെറുതെ അല്ല സന്യാസിയാണ്. വൈരാഗ്യം പെങ്ങളെ കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. അതാണ് ആലോചിക്കേണ്ടത്. വൈരാഗ്യം അത്യുജ്വലമാണ്. അസാധാരണനാം യതി. യതി അൾട്ടിമേറ്റ് പേരാണ് സന്യാസി വര്യന്മാർക്ക്. യതി എന്ന് പറഞ്ഞാൽ ആ രണ്ടക്ഷരം. ഇദ്ദേഹം ഇവിടം ചാതുർമാസ്യകാലം നയിക്കുകയിൽ. മഴക്കാലം അദ്ദേഹം ഇവിടെ താമസിക്കട്ടെ. നമ്മുടെ അരമനയ്ക്ക് അതൊരു എന്താണെന്നാ പറയുക, ഒരു വൈഡൂര്യമാണ്. ഇതൊക്കെ പറഞ്ഞു. നമുക്കൊരു മഹാലാഭം തന്നെയാണില്ല സംശയം. അതെ, ചിലവില്ലാണ്ട് കല്യാണം കഴിച്ച് കൊടുക്കാൻ പറ്റണേലാണല്ലേ, അല്ലേ? അങ്ങനെയല്ലേ പറയാം. നമുക്കൊരു മഹാലാഭം തന്നെയാണില്ല സംശയം. പ്രത്യേകിച്ചും സുഭദ്രയ്ക്കു വിവാഹാവസരങ്ങളിൽ ഇത്തരം പുണ്യവാന്മാർ തന്നാശീർവാദം ലഭിക്കുകിൽ. അതാണ് ശരി. പേര് കേട്ട യതിവര്യന്മാരിൽ നിന്ന് വിവാഹപ്രായമായിട്ടുള്ള പെൺകുട്ടികൾക്ക് അനുഗ്രഹം കിട്ടിയാൽ അവരുടെ ദാമ്പത്യ ജീവിതം ഭംഗിയായിട്ട് പോകും. ഇത്തരം പുണ്യവാന്മാർ തന്നാശീർവാദം ലഭിക്കുകിൽ അച്ഛൻ പെങ്ങൾക്കതാണിന്നു കാണും സർവഗുണങ്ങളും. അച്ഛൻ പെങ്ങൾക്ക് അതാണിന്ന്. അതായത് നമ്മുടെ കുന്തിദേവി ഉണ്ടല്ലോ, അച്ഛൻ പെങ്ങൾ, അവർക്ക് ഈ സന്യാസിവര്യന്മാരെ പരിചരിക്കൊണ്ട് ആണല്ലോ ഇത്ര മഹാന്മാരായിട്ടുള്ള അർജുനനെ പോലെയുള്ള മക്കൾ ഉണ്ടായിട്ടുള്ളത്, അല്ലേ? ആലോചിച്ച് നോക്കൂ. കൃഷ്ണനും ഇത് തോന്നിയില്ലേ, അച്ഛൻ പെങ്ങൾക്കതാണെന്നു കാണും സർവഗുണങ്ങളും. കൃഷ്ണനും ഇത് തോന്നിയില്ലേ. കൃഷ്ണ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആ ഏട്ടൻ അനിയൻ്റെ മുഖപ്രസാദം അനുഭവിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്നിട്ടോ ചൊല്ലിനാൻ മെല്ലെ മാധവൻ, ജ്യേഷ്ഠൻ ക്ഷണിച്ചൊരു നിലക്കിനിയേതേണ്ട ഇനിയോതേണ്ടതെന്തു ഞാൻ. അതായത് ചടുലത എന്നുണ്ടെങ്കിൽ അത് ശ്രീകൃഷ്ണൻ്റെ മാസ്റ്റർ പീസാണ്. എന്താ ചടുല? വേഗം കാര്യങ്ങൾ നടത്തുക. എന്താ കാരണം? സംശയിക്കാനുള്ള സമയമില്ല. ഏട്ടൻ വിളിച്ചു കൊണ്ടുവന്ന ഒരു യതിപുങ്കവനെ പറ്റി ഞാൻ എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഇയാൾ എന്ത് ചെയ്താലും അതിൻ്റെ ഉത്തരവാദിത്വം ഏട്ടനാണ്, അനിയനല്ല. അപ്പോൾ സുഭദ്രയെ കൊണ്ടുപോകാനുള്ള ഏർപ്പാടാണ്. അപ്പോൾ പറയും, ഏട്ടൻ പറഞ്ഞിട്ടല്ലേ വന്നത്, ഇനി എന്തിനാ അയാളെ കുറ്റം പറഞ്ഞത്? പെങ്ങൾ പോയി പൊറുക്കട്ടെ അവളുടെ ഒപ്പം, അവൻ്റെ ഒപ്പം.
അഭിപ്രായപ്പെടാകേതും ഇത്രയും ക്ഷണമൊന്നിലും പുത്തൻ്റെ പിന്തിളക്കത്തിൽ മയക്കം ചിലരിങ്ങനെ. അപ്പോൾ ഭഗവാൻ വലിയൊരു അസ്ത്രം പ്രയോഗിച്ചു, വാക്ക് ശരം പ്രയോഗിച്ചു. അഭിപ്രായപ്പെടാകേതും ഇത്രയും ക്ഷണമൊന്നിലും. ഏട്ടനെ താക്കീത് ചെയ്യുക, ഒരു കാര്യത്തിലും പെട്ടെന്നൊരു അഭിപ്രായം പറയരുത്. കാരണം ഓരോരുത്തരും പുത്തൻ തേപ്പിൽ തിളക്കത്തിൽ മയക്കും ചിലരിങ്ങനെ. നമ്മളിപ്പോൾ പുതുതായിട്ട് കാണുന്ന ഒരാളല്ലേ, നമ്മളെ ഇമ്പ്രസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. ഞാൻ അയാളെ കുറ്റം പറയണില്ല, ഏട്ടനെയും കുറ്റം പറയണില്ല. അങ്ങനെ സംഭവിക്കാം. സംഭവിച്ചാൽ അത് നമ്മൾ ക്ഷമിക്കാൻ നിർത്തിയുള്ളൂ. ഐ ലൈക്ക് ഇറ്റ്, ദി വേ ഓഫ് പ്രസൻറ്റേഷൻ. പുത്തൻ തേപ്പിൻ തിളക്കത്തിൽ. ഈ തേപ്പ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇല്ലേ ഇന്നത്തെ, അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പോകില്ല, എന്നാലും കോളേജിൻ്റെ ഉള്ളിലും പുറത്ത് എന്താ നടക്കണതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നടന്നിരുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ പിന്നെ ഒരു അമ്പലവാസിയും കൂറിയൊക്കെ തൊട്ടിട്ട് ഇങ്ങനെ നടക്കണമാകുമ്പോൾ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കുക. അതിപ്പോൾ ഓഫീസിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, ഐ വിൽ എൻജോയ് ഇറ്റ്. ലെറ്റ് ദം ഡു വാട്ട് എവർ യു വാണ്ട്. അതിൻ്റെ പ്ലസ് മൈനസ് നിങ്ങൾക്ക്. പിന്നെ തലയിലെടുത്ത് വാച്ചാൽ പോവില്ല. പക്ഷേ ആരെ തേക്കണം, ഇതൊക്കെ ഡെസ്റ്റിനിയാണ്. ഡെസ്റ്റിനീനെ നമുക്കൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. സംഭവിക്കേണ്ടത് സംഭവിക്കും. അപ്പോൾ മഹത്വം കാട്ടുമെവനും വിശേഷാവസരങ്ങളിൽ യാഥാർത്ഥ്യം കാൺമതോ നിത്യസംഭവങ്ങളിൽ മാത്രമാം. കൃഷ്ണൻ ഒന്നുകൂടി പറഞ്ഞു, മഹത്വം കാട്ടും യവനും ആർക്ക് വേണമെങ്കിലും മഹത്വം കാണിക്കാൻ പറ്റും. വിശേഷാവസരങ്ങളിൽ നിത്യേന പറ്റില്ല. ഇവിടെ വലിയ ഒരു പ്രോവർബുണ്ട്, കുറച്ച് കാലം കുറേ ആളെ വിഡ്ഢികളാക്കാം, കുറേ കാലം കുറച്ച് ആൾക്കാരെ വിഡ്ഢികളാക്കാം. ഇത് രണ്ടും ശാശ്വതമല്ല. ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ ഈ പട്ടാമ്പിയിൽ വെറുതെ ആണോ ജീവിച്ചത്? പട്ടാമ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 21.5 വർഷം കുട്ടിക്കാലം മഹാബ്രാഹ്മണർ, മഹാപാണ്ഡിത്യമുള്ള ആൾക്കാർ അവധൂതന്മാരായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഒരു ദിവസം 20 കിലോമീറ്റർ 25 കിലോമീറ്റർ നടക്കുക അവർ. ഒരു സ്ഥലത്തിൽ നിന്ന് ഒരു സ്ഥലത്ത് എത്തിയാൽ അവിടെ വല്ല മനകളിൽ അമ്പലങ്ങളിൽ ഒക്കെ ഫ്രീ ആയിട്ട് ചാപ്പാട് കിട്ടും. ഊട്ടുള്ള മനകളാണ് ജാസ്തി. അതിനുള്ള സംവിധാനങ്ങളുണ്ട് അവിടെ. പിന്നെ അമ്പലം ഉണ്ടാവും, കുളം ഉണ്ടാവും, കുളിക്കാം, തൊഴാം, വെടി പറഞ്ഞിരിക്കാം, ആഹാരം കഴിക്കാം. 1 2 ആരും പോകാൻ പറയില്ല. ഈ വീട്ടിൽ മനയിലുള്ളവർക്കും ആവശ്യമാണ്, നല്ല ടൈം പാസ്സാണ്. അപ്പോൾ ഇവർ പോയാൽ വേറെ ചിലവർ വരും. അങ്ങനെ ഞാനങ്ങനെ ഒരുപാട്. അപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു 10-20 പായ ഉണ്ടാവും. ഈ പായ എന്തിനാ? ആൾക്കാർക്ക് കിടക്കാനുള്ളതാണ്. അതിൽ ഒരു 4 എക്സിക്യൂട്ടീവ് ക്ലാസ് ആവും പരമഭാഗ്യവാന്മാർക്കുള്ളത്. അതങ്ങനെ പെട്ടെന്ന് ആർക്കും കൊടുക്കില്ല. അതിപ്പോൾ ഈ സ്ഥലം, മുഖം, ന്യായമൊക്കെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ കുറേ കാര്യങ്ങൾ. അതുകൊണ്ട് അങ്ങനെ അതേമാതിരി തല കാണാം. പിന്നെ പലയാവും. പിന്നെ ചിരട്ട, നാവില്ലാത്ത ചിരട്ടയാവും. ചിരട്ടയല്ല, ചിരവയാവും. തലയ്ക്ക് വെക്കാറ് ചാക്കൽ പൊതിഞ്ഞു കൊടുക്കും, പഞ്ചാര ചാക്കൽ. അതും കഴിഞ്ഞാൽ കീറിയ ചാക്കൽ നാളികേരം പൊതിച്ച ചകിരി തലയ്ക്ക് വയ്ക്കാൻ. അവർക്കൊന്നും അത് പ്രശ്നമല്ല, അവർക്കത് സ്വർഗ്ഗമാണ്. ഒന്നുമില്ലെങ്കിൽ അവനവൻ്റെ കൈത്തണ്ടയാണല്ലോ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള തലയണേതാ, അവനവൻ്റെ കൈത്തണ്ട. വേറൊരാളുടെ കൈത്തണ്ടയിൽ കുറച്ച് നേരമൊക്കെ ഉറങ്ങുക, അത് കഴിഞ്ഞാൽ അവർ പോവാം, മതി കേട്ടോ, മാറിക്കിടന്നോട് പറയും. ഇങ്ങനെ അതാണിപ്പോൾ ഇവിടെ നടക്കുന്നത്. കൃഷ്ണൻ ശരിക്കും പറഞ്ഞാൽ ഏട്ടനെ തേച്ച് വിടുക ചെയ്യുന്നത് മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു, യാഥാർത്ഥ്യം കാൺമതോ നിത്യസംഭവങ്ങളിൽ മാത്രമാം ഒരാൾക്കൊരാളിൽ അത്യന്തം ബഹുമാനം ഉദിക്കുകയിൽ അതിനു വിപരീത അഭിപ്രായം എന്തെന്നു ചൊല്ലണം. ഏട്ടൻ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തു, ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ അദ്ദേഹം മേലെയാണെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എന്തൊരു അഭിപ്രായം പറഞ്ഞത് ഏട്ടാ, അതിൻ്റെ വരും വരായികൾ ഏട്ടൻ അനുഭവിച്ചോളൂ. എനിക്ക് ക്രെഡിറ്റ് വേണ്ട. അത് തട്ടിക്കൊണ്ടുപോകാൻ നിൽക്കുകയാണ് അനിയത്തീനെ വിത്ത് ദി ബ്ലെസ്സിങ്സ് ഓഫ് ലോർഡ് കൃഷ്ണ. പിന്നെ ബലരാമൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പറഞ്ഞു, ഒരാളിൽ അത്യന്തം ബഹുമാനം ഉദിക്കുകയിൽ അതിന് വിപരീതാഭിപ്രായം എന്തെന്നു ചൊല്ലണം. തത്വചർച്ചകളും മറ്റും എത്രയും വിസ്മയാവഹം.
തത്വചർച്ചകളും മറ്റും എത്രയും വിസ്മയാവഹം. എന്നാൽ അതെല്ലാം മിന്നേണ്ടത് ഉദ്ദേശത്തിൻ്റെ ശുദ്ധിയാൽ. ഉദ്ദേശശുദ്ധി. അയാൾ ഇവിടെ വന്ന് നമ്മുടെ അരമനയ്ക്ക് പേരും പ്രശസ്തിയും ഉണ്ടാക്കി പോയാൽ അത് കഴിഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴെങ്ങനെ പറയാം ഏട്ടാ? നോക്കാം. അങ്ങനെ പറഞ്ഞു അദ്ദേഹം. പണത്തിനും പേരിനുമാം പലരും പല വേഷവും കൈക്കൊള്ളുന്നത്. അതാണല്ലോ ഇന്നത്തെ കാലത്ത് ആചാര്യന്മാർ അല്ലേ, വേഷഭൂഷാദികൾ. ശബരിമല തന്ത്രിയായാൽ നന്നായി, ഗുരുവായൂരിൽ തന്ത്രിയായാൽ അല്ല പൂജാരി ആയിരുന്നെങ്കിൽ അതിലേറെ നന്നായി. ഒരു ഭ്രമാണ് ആൾക്കാർക്ക്. ഇവരാരും സുഖബ്രഹ്മമഹർഷിയല്ലല്ലോ. എൻ്റെ ഗുരുനാഥൻ ഒരു അമ്മിട്ട് പൊട്ടിച്ചു. എന്താ അത്? എടാ ചെറുക്ക, ബ്രഹ്മർഷി എന്നുള്ളത് സുഖബ്രഹ്മർഷി മാത്രമേ ഉള്ളൂ. അണ്ടനും കണ്ടനൊന്നും സുഖബ്രഹ്മർഷി അല്ലാതെ. എനിക്കത് വളരെ ഇഷ്ടമായി. ഇപ്പോഴത്തെ നാട്ടിലത്തെ കാര്യങ്ങളുടെ പോക്കും വരവും അല്ലേ, സപ്താഹമല്ല പിന്നെ ഭാഗവത സത്രങ്ങളിലെ നടത്തിപ്പും അങ്ങനെയാണ്. ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. എവിടെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ എത്ര ആൾക്ക് ഉത്തരം പറയാൻ പറ്റും? ഭഗവാൻ നിരാകാരനാണ്. സഗുണത്തിൽ ഉപാസിച്ചിട്ട് കാര്യമില്ല. സത്യമാണത്. ഈ സത്യത്തിനെ എത്ര പ്രഭാഷണക്കാർ ഊന്നിപ്പറയും? എന്തോ ആവട്ടെ, ഞാൻ കിട്ടിയ സന്ദർഭം എടുത്തു എന്ന് മാത്രം. അപ്പം ഇവിടെ പറഞ്ഞു, പണത്തിനും പേരിനുമാം പലരും പല വേഷവും കൈക്കൊള്ളുവത് ആവിധം കണ്ടു മിക്ക പേരും ഭ്രമിച്ചു പോവും. ഉന്നതാദർശമില്ലായിൽ വാഗ്മാധുര്യാദി സർവവും വെറും പുംസലിയിൽ കാണും ശൃംഗാരം പോലെ നീരസം. ഒരു ഹിമാലയ പർവ്വതത്തിൻ്റെ അത്ര വലിയ ഒരു ഉപദേശ അല്ലെങ്കിൽ പ്രസ്താവനയാണത്. എന്താ? ഉന്നതാദർശമില്ലായിൽ വാഗ്മാധുര്യാദി സർവവും വെറും പുംസലിയിൽ കാണും ശൃംഗാരം പോലെ നീരസം. മനസ്സിലായോ? എന്നിട്ടോ, ഉടുത്ത പട്ടിൻ കര കണ്ടൂഹിക്കാമതുമിക്കതും. ഉടുത്ത പട്ടിൻ കര കണ്ട ഊഹിക്കാമതുമിക്കതും അല്ലേ? എത്ര വലിയ കസവാണ്, എത്ര വലിയ കരയാണ്. ആലോചിച്ച് നോക്കണം അല്ലേ? ഇപ്പോൾ ഈ പഞ്ചവാദ്യത്തിനൊക്കെ മദ്ദളം പ്രമാണം, പിന്നെ തിമ്മല പ്രമാണം. അപ്പോൾ ഏറ്റവും അങ്ങേയറ്റത്ത് നിൽക്കണ ഇടതുഭാഗത്തും വലതുഭാഗത്തും നിൽക്കണവൻ പ്രമാണിയുടെ മുണ്ടനേക്കാൾ വലിയ കര ചുറ്റി വന്നപ്പോഴോ മുണ്ട് മാറ്റി വരും പറയും. എന്തേ? അതാണ്ട് ഇദ്ദേഹത്തിനെ ബഹുമാനിക്കണവർ നിന്നാൽ മതി അവിടെ. ഈ പറഞ്ഞതിനൊക്കെ നല്ല നല്ല പിന്നെ അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഉടുത്ത പട്ടിൻകര കണ്ടൂഹിക്കാം മധുമിക്കതും പണം കണക്കിൽ മങ്ങിയിടും ഭക്തി എന്നതുപോലവേ. പണക്കണ്ണിൽ മങ്ങിയിടും ഭക്തി എന്നതുപോലവേ. പണം വരുമ്പോൾ ഭക്തി കുറയുന്നുള്ളൊരു സത്യം. ഊർജ്ജസ്വലത കുറയും. കാരണം ഈ പണമല്ലേ വലുത്? അല്ല, അത് ഞാൻ പറയും. എല്ലാവരും പറയും പണമാണ് വലുത്. ഇപ്പം എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, എന്താ പട്ടാമ്പി എന്താ പ്രഭാഷണത്തിന് റേറ്റ് പറയാത്തത്? ഞാനങ്ങനെ പഠിച്ചിട്ടില്ല, വേണ്ട. അപ്പം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ എങ്ങനെ? ഞാനങ്ങനെ അതിന് പോകണില്ലല്ലോ അധികം, പിന്നെന്താ? നമ്മൾ ആരുടെയും വയറ്റത്തടിക്കണില്ല. അങ്ങനെയുണ്ട്. പിന്നെ ഇതിനും ഞാൻ കാശ് വാങ്ങണില്ല. യൂട്യൂബ് അങ്ങനെ 4000 പ്രഭാഷണങ്ങളുണ്ട്. നന്നായിട്ട് സമയം പോകണു. ഞാൻ പഠിച്ചതൊക്കെ റിവിഷൻ ചെയ്യണു. ഞാൻ സ്വയം ആനന്ദിക്കണു അല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, പണക്കണ്ണിൽ മങ്ങിയിടും ഭക്തി എന്നതുപോലവേ. തത്വജ്ഞാന പ്രഭാപൂരം കുങ്കുമപ്പൊട്ടിൽ മാഞ്ഞുപോയി. ശ്രദ്ധിക്കണം. തത്വജ്ഞാന പ്രഭാപൂരം കുങ്കുമപ്പൊട്ടിൽ മാഞ്ഞുപോയി. മഹത്വം ആകെ മൂടാനും ചിലരങ്ങിനെ ചെയ്തിടാം. മഹത്വമാകെ മൂടാനും
ഇല്ലേ? കുറച്ച് മുഷിഞ്ഞ മുണ്ടൊക്കെ ചുറ്റിയിട്ടൊരാൾ വന്നാൽ നമ്മൾ വിചാരിക്കും വല്ല ജോലിക്ക് വന്നവനാളാണ്. ഇവിടെ ഒന്നുമില്ല കേട്ടോ, ഇവിടെ ഇരുന്നോളൂ ഊണിച്ചിട്ട് പോവാം. അയാൾ വലിയ വിദ്വാനാവും. അങ്ങനെ എത്ര ആൾക്കാർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ മഹാത്മാവാണെങ്കിലോ ചൊല്ലുവതില്ല ഞാൻ. ഇനി പറയാൻ പറ്റില്ല ചേട്ടാ, ആള് വലിയ വിദ്വാനാവാം, പറയാൻ പറ്റില്ല. ഒരു പക്ഷേ മഹാത്മാവാണെങ്കിലോ ചൊല്ലുവതില്ല ഞാൻ, അതോ വാസ്തവമെന്നോതി രാമൻ വിമലമാനസൻ. അപ്പോൾ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞൊരു കൃഷ്ണൻ. അതാണ് വാസ്തവം അനിയ, താൻ പറഞ്ഞതാ ശരി എന്നൊക്കെ പറഞ്ഞ് രാമൻ, അവിടെ രാമനെ വ്യാസർ ശരിക്കും മനസ്സിലാക്കി നമുക്ക് വിമലമാനസൻ. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു കറുപ്പില്ല, ഒരു കറുപ്പ് നിറവില്ല. വിമലമാനസൻ, കാരണം എന്താ? അനന്തൻ വിമലമാനസനാവാൻ കാരണം എന്താ? 365 ദിവസം 2000 നാവ് കൊണ്ട് 1000 തലയിൽ 2 നാവുണ്ട് പാമ്പുകൾക്ക്, നാഗങ്ങൾക്ക്. നാവിൻ്റെ അറ്റം പളർന്നിട്ടാ, ആ പളർന്ന അത്രയും അറ്റം പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് സെൻസ് പിടിക്കുന്നത്. വിമലമാനസനാണ് അവൻ. അവർ പൊതുവെ ഈ നാഗങ്ങൾ വിമലമാനസൻ, അവരെ ചവിട്ടി വേദനിപ്പിച്ചാലേ അവർ കടിക്കൂ. ഇതൊക്കെ മനസ്സിലാക്കണം. ശുശ്രൂഷിപ്പാനേർപ്പെടുത്തി വേണ്ടും വണ്ണം സുഭദ്രയെ. ഏട്ടൻ പറഞ്ഞല്ലോ, ഏതായാലും ഇനി ഏട്ടൻ പറഞ്ഞത് കേട്ടില്ല ഞാൻ. അങ്ങനെ ശുശ്രൂഷിപ്പാനേർപ്പെടുത്തി വേണ്ടും വണ്ണം സുഭദ്രയെ യതിതൻ നോട്ടവും മറ്റും കണ്ടോർത്താൾ മനസ്സിന്. നോട്ടം അത്ര ശരിയാവണില്ല. ഇത് ഏതാ പഹൻ? സുഭദ്രയ്ക്ക് തോന്നാണ്ടിരിക്കുമോ? സുഭദ്ര കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും അനിയത്തിയല്ലേ? ശുശ്രൂഷിപ്പാനേർപ്പെടുത്തി വേണ്ടും വണ്ണം സുഭദ്രയെ യതിതൻ നോട്ടവും മറ്റും കണ്ടോർത്താൾ മനസ്സിനി. എന്താണ്? സന്യാസിയല്ല തരുണൻ പാർത്തനാണില്ല സംശയം. കാരണം സുഭദ്രയുടെ മനസ്സിൽ എന്നോ മുട്ടിട്ടിട്ടുണ്ട്, ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ അർജുനനെ വിവാഹം കഴിക്കുള്ളൂ. അത് മനസ്സിലായോ? അങ്ങനെയാണ്. സന്യാസിയല്ല തരുണൻ പാർത്ഥനാണില്ല സംശയം. ഹരേന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. കൺകവർന്നീടുമാം മിന്നും കമനീയാങ്കനോടുടൻ ചോദിച്ചറിഞ്ഞാൾ പാർത്തൻ്റെ ചരിതങ്ങൾ മുഴുക്കയും ഉത്സവം കാണുവാനമ്പാർന്നൊരു നാൾ അനുജത്തയെ അയച്ചു രാമസഹജൻ പാർത്ഥനോടരുളിയിടിനാൻ തേരിലേറ്റിയുടൻ കൊണ്ടുപോകുവാൻ കരുണാനിധി. അപ്പോൾ സുഭദ്ര എങ്ങനെ ഇയാളെ കണ്ടുപിടിക്കുന്നും സുഭദ്ര എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നും സുഭദ്ര ആളുടെ ആകൃഷ്ടയാണെന്നും ഇയാൾ വന്നുള്ളത് അതാണെന്നും അതിന് ഇദ്ദേഹം ഗ്രീൻ സിഗ്നൽ കൊടുത്തിട്ടുണ്ടെന്നും ഒക്കെ ശ്രീകൃഷ്ണനറിയാം. അപ്പോൾ ചോദിച്ചറിഞ്ഞാൽ പാർത്തൻ്റെ ചരിതങ്ങൾ മുഴുക്കയും. അല്ല, അവിടെ വേറെ എത്ര ആൾക്കാരുണ്ട്? ഇവർക്കൊക്കെ അങ്ങനെയാണല്ലോ, ബഹുഭാര്യത്തുണ്ട്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. എന്നിട്ടോ ഉത്സവം കാണുവാൻ അമ്പാർന്നൊരു നാളനുജത്തി. എന്നാൽ ഒരു ദിവസം ഉത്സവം കാണാൻ പറഞ്ഞേക്കാം നമുക്ക്. അയച്ചു രാമസഹജൻ കൃഷ്ണൻ പാർത്ഥനോടരുളേടി ഞാൻ കണ്ണടിച്ചിട്ടേ പറഞ്ഞു, അർജുന ഈ തക്കത്തിൽ തേരിൽ കയറ്റി കൊണ്ടുപോയിക്കോ, തേരിലേറ്റിയുടൻ കൊണ്ടുപോകുവാൻ കരുണ. പിന്നെ ഭഗവാൻ പറഞ്ഞ കേൾക്കാണ്ടിരിക്കാൻ പറ്റുമോ? അല്ലേ? അപ്പോൾ എന്തിനും ഏതിനും ഈശ്വര ഇച്ഛയെ മാനിച്ച് ജീവിക്കാൻ പഠിച്ചാൽ നമ്മളൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇമാതിരിയുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചാൽ ധർമ്മം എന്താ അധർമ്മം എന്താ, അതിനപ്പുറം വല്ലതും സംഭവിക്കുകയാണെങ്കിൽ സമാധാനമുണ്ട്. എന്താ സമാധാനം? ഈശ്വര ഇച്ഛ, വേറൊന്നും പറയാനില്ല. മനസ്സിലായി? നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ഏവർക്കും നമസ്കാരം. നാളെ കാണാം.